أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ശ്രോതാക്കളെ, നമ്മളിടയിൽ ഇന്ന് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുപ്രചരണമുണ്ട്. ഈ കുപ്രചരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് പല എപ്പിസോഡിലായി ഞാൻ പറഞ്ഞതാണ്. അമ്പിയാക്കൾക്കെല്ലാം എതിരിൽ ആ കാലഘട്ടത്തിൻ്റെ നിഫാഖിൻ്റെ അയലുകാർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിലും ആ കാലഘട്ടത്തിൻ്റെ എതിരാളികൾ നിഫാഖിൻ്റെ അയലുകാർ എതിരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വഹാബത്തെ കിറാമിൻ്റെ എതിരിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ആദം നബി അലൈഹി സ്വലാം മുതൽ ഇന്നേ വരെ ഒരു സെക്കൻഡും ഒഴിഞ്ഞു പോയിട്ടില്ല ഈ നിഫാഖിൻ്റെ അയലുകാരുടെ പ്രവർത്തനം നിന്നതായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും വരുന്ന ആളുകളെ നമ്മൾ അതനുസരിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ കാലഘട്ടത്തിൻ്റെയും ദീനീ പ്രവർത്തകർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പോൾ 4 വാക്ക് സംസാരിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ആളുകൾ, സാധാരണക്കാരായ എന്നെപ്പോലുള്ള ആളുകൾ തെറ്റിദ്ധരിച്ച് ഇസ്ലാം ദീനിനെ വികലമായി മനസ്സിലാക്കി അവർ അങ്ങനെ തന്നെ മരിച്ചു പോകും. ഇതിൻ്റെ ഉത്തരവാദിത്വം നിലനിൽക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ദീനീ പ്രവർത്തകർക്കാണ്. അതുകൊണ്ടാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അതേപോലെ തന്നെ ഉമറാക്കൾ അവർ വ്യക്തമായി തന്നെ ദീനുൽ ഇസ്ലാമിൽ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിക്കൊള്ളണം. പണ്ഡിതന്മാർ വിധി പറഞ്ഞു കൊടുക്കണം. അതനുസരിച്ചിട്ട് ഉമറാക്കൾ പ്രവർത്തകർ പ്രവർത്തിച്ചു കൊള്ളണം. പണ്ഡിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അതിനു പകരം ഉമറാക്കളെ തെറ്റിച്ച് വിടുന്ന ചില ആളുകളുണ്ട്. അത് ഒരു നിലക്കും മുഖവിലക്കെടുക്കാൻ പാടില്ല. ഉമറാക്കളെ നിയന്ത്രിക്കേണ്ട രൂപത്തിൽ തന്നെ നിയന്ത്രിക്കണം. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഓച്ചിറ ഉപ്പാപ്പ, അവരെ പറ്റിയിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ചില മുനാഫിക്കീങ്ങളായ ആളുകൾ, അവരെ അങ്ങനെ തന്നെ പറയണം. അവർ മുസ്ലിമാണെന്ന് പറയും, പക്ഷേ ഇസ്ലാമിനെതിരാണ് അവർ കൊഞ്ഞനം കാട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് അതാണ് പറയേണ്ടത്. സഹാബത്തെ ഇക്റാമിൻ്റെ ഇടയിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലൂലിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരെയും വേർതിരിച്ചൊരു സന്ദർഭമുണ്ട് ഖന്തഖ് യുദ്ധത്തിൽ വെച്ചിട്ട്. അന്നാണ് വേർതിരിച്ച് കാണിച്ചത്. എന്താവട്ടെ, ആ ചരിത്രത്തിലേക്ക് നമുക്ക് പിന്നെ പോകാം. ഇവിടെ ഓച്ചിറപ്പാപ്പയായി, മടവൂർ മഹാനരായി, അങ്ങനെ തുടങ്ങിയിട്ട് ആരെക്കൊണ്ട് തന്നെ ആണെങ്കിലും ശരി, അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത പല വിഷയങ്ങൾ നമ്മൾ കേട്ടോടത്തോളം ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ സ്വഹാബത്തെ കിറാമിൻ്റെയോ താബീങ്ങളുടെയോ കാലഘട്ടത്തിൽ നടന്നുപോയ സംഭവമായി തട്ടിക്കാൻ പറ്റുന്നതേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇനി മറ്റൊരാൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ അറിയില്ല. തട്ടിക്കാൻ പറ്റാത്തതെങ്ങാനും കണ്ടാൽ നമുക്ക് അത് തള്ളൽ നിർബന്ധമാണ്, എത്ര വലിയ പറഞ്ഞാലും. ഇവിടെ ഞാൻ പലപ്പോഴായി പറഞ്ഞ മടവൂർ മഹാനരെ പറ്റി പറഞ്ഞ പല വിഷയങ്ങളും, അതുപോലെ തന്നെ ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമായ പല വിഷയങ്ങളും പരിശോധിക്കുമ്പോൾ, അത് ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു നോക്കുമ്പോൾ സ്വഹാബത്തെ ഇക്റാമിൽ അതിന് തെളിവുണ്ട്, താബിഈങ്ങളിൽ അതിന് തെളിവുണ്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അതിന് തെളിവുണ്ട്. ഏതാവട്ടെ, ആ വിഷയം നിങ്ങൾ ഓച്ചിറപ്പാപ്പയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേൾക്കി, എന്നിട്ട് നമുക്ക് ബാക്കി മറുപടി പറയാം. ഞാൻ തൽക്കാലം നിങ്ങളതൊന്ന് കേൾക്കും. പറയപ്പെട്ട ഓച്ചിറ ഒപ്പൂപ്പ എന്ന് പറയുന്ന ഓച്ചിറ ഏട്ടൻ്റെ ആ ക്വാളിറ്റി തന്നെയുള്ളൂ ഇവർക്കൊക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദയവ് ചെയ്തിട്ട് ക്ഷമിക്കുക. ഈ രൂപത്തിലല്ലാതെ ഇത് പറയാൻ കഴിയില്ല.
നമുക്കിത് പറയാതിരിക്കാനും കഴിയില്ല. കാര്യം ഉമ്മത്തിനെ ഇവർ വഴികേടിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള വിവരക്കേട് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു കാര്യം വിവരക്കേട് തന്നെയാണ്, പച്ചക്കളവാണ്, ഇവരുടെ അജണ്ട പ്രയോഗവൽക്കരിക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക്. ആ ഖബറ് ഊട്ടുതുണിയെടുക്കാത്ത, പിന്നെ മുസ്ലിം അല്ലാത്ത, രുദ്രാക്ഷ മാല കെട്ടിയ, ഓങ്കാരം ജപിക്കുന്ന ദാമോദരൻ എന്ന് പറയുന്ന ഒരു അണ്ണാച്ചി. ആ ദാമോദരൻ കുറെ കാലം കുപ്പയിൽ വന്നപ്പോൾ കുപ്പസ്വാമിയായി മാറി. ആ കുപ്പസ്വാമിയെ ആളുകൾ ഇങ്ങനെ ആദരിച്ചു. മുസ്ലിങ്ങൾ ഓച്ചിറ ഉപ്പുപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി. അവസാനം അതിനെ പരിപാലിച്ച ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും ഇത് മരിച്ചിട്ട് വരുമാനമാക്കാന്ന് വിചാരിച്ച് അതിന്റെ മുടി ജ്യൂസൊക്കെ ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ SSF യൂണിറ്റ് ആ മയ്യത്ത് തട്ടിയെടുത്ത്, ഗുണ്ടകളെ വിട്ട് തട്ടിയെടുത്ത് ടൗൺ ജുമാഅത്ത് പള്ളിയിൽ, ഒരു മയ്യത്ത് പോലും മറവ് ചെയ്യാത്ത ടൗൺ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് കൊണ്ടുപോയി കബർ പൊക്കി. എന്തിന്? ഈ ദാമോദരൻ എന്ന രുദ്രാക്ഷമാല കെട്ടിയ ഈ അമുസ്ലിമിനെ കൊണ്ടുവന്ന് പൊക്കി. മുസ്ലിമാണ്, ഓച്ചിറ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ അത് വമ്പിച്ച വാർത്തയായി, അല്ലേ? മുജാഹിദുകൾ അതിന്റെ എല്ലാ അരമന രഹസ്യങ്ങളും പുറത്തുവിട്ടു. സഹോദരങ്ങളെ, അടുത്ത കാലം പക്ഷേ സമൂഹത്തിൽ ഔലിയ എന്ന് പറഞ്ഞാൽ താടിയൊക്കെ നീട്ടി, മുറുക്കി തുപ്പി, കട്ട പിടിച്ച്, കുളിക്കാതെ തിരുമ്പാതെ, നഖക്കെ നീട്ടി, മൂത്രം മലം ഒക്കെ കഴുകി വൃത്തിയാക്കാതെ അങ്ങനെ പുറപുറത്ത് നടക്കുന്നവരെ കണ്ട ഔലിയ വന്നു, അല്ലേ? വയനാട്, കാസർഗോഡ് ഭാഗങ്ങൾക്കൊക്കെ അന്ധവിശ്വാസത്തിന് നല്ല വളക്കൂറുള്ള മണ്ണായി മാറിയെന്താ? ഈ ഔലിയാക്കന്മാരെ പറ്റിയുള്ള തെറ്റായ ധാരണയാണ്. അറിയില്ല, ഔലിയ ഉസ്താദെ തങ്ങളെ എൻ്റെ കുട്ടിക്ക് സുഖമില്ല, 5 തെങ്ങമ്മ കയറിക്കോ. ഉത്തരം 5 തെങ്ങമ്മ കയറി. കുട്ടിക്ക് സുഖമില്ലാത്ത തെങ്ങമ്മ കയറൽ എന്താ വന്നത്? അത് ചോദിക്കാൻ പറ്റില്ല, തളപ്പെട്ട് കയറിയല്ലേ. അതേപോലെ നല്ല എരുമ കാട്ടിച്ച ചാണകം ഉണ്ടാവും, അതുമ്മ ബുദ്ധിയില്ലല്ലോ, എങ്ങനെ ചുറ്റും കണ്ടോ കാപം തവാഫ് ചെയ്യാണ് കയറി. അതേപോലെ പോന്നായ കണ്ടോ ശൈത്താൻ ആട്ടുകയാണ്. ഇങ്ങനെ തഫ്സീർ കൊടുത്ത ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ഇപ്പൊ പറയാണ് വ്യാജ സിദ്ധന്മാരെ സൂക്ഷിക്കുക, വ്യാജ ഔലിയാക്കന്മാരെ സൂക്ഷിക്കുക. അന്ന് ഇത് പറഞ്ഞതിന്റെ പേരിൽ ചീന കോയിമുട്ടോണ്ട് കയറി നമ്മളെ നേതാക്കന്മാർ കിട്ടി. ഇന്ന് നമ്മൾ പറയുന്ന നേരത്തെ കാര്യങ്ങളെത്തി. എന്നിട്ടും ഈ സമുദായത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന പണ്ഡിത വേഷധാരികൾ ഓച്ചിറ ഉപ്പാപ്പ എന്ന ഈ മനുഷ്യന്, സഹോദരങ്ങളെ, അവിടെ AP പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് എന്നിട്ട് ഒരു അനുസ്മരണ സമ്മേളനം ഉണ്ടാക്കിയിട്ട് ആ സമ്മേളനത്തിൽ പ്രഗത്ഭരായ ആലിമീങ്ങൾ വന്ന് ദുആ മജ്ലിസ് ഉണ്ടാക്കി. എന്നിട്ട് സഹോദരങ്ങളെ, ഈ ദക്ഷിണ കേരളയിലേക്ക് ഈ കുപ്പസ്വാമിയുടെ മദ്ഹ് പറയാൻ, ഉദ്ഘാടനം ചെയ്യാൻ വണ്ടി കയറിയ ആളാരാണെന്നറിയുമോ? കാന്തപുരം ശൈഖുന അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം കയറി ഉദ്ഘാടനം ചെയ്തു. ഇത് പാട്ടായി. അവിടെ ധാർമ്മികത്വം വഹിച്ചിരുന്ന സലീം ഹമദാനി എന്ന പ്രഗത്ഭ പണ്ഡിതൻ വരെ രാജിവെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. ഇത് സഹിക്കാൻ പറ്റൂല. അവസാനം ഇപ്പോ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു എന്ന് നാട്ടിൽ പാട്ടായി രേഖയാണ്, നിഷേധിക്കാൻ പറ്റൂല. അവസാനം ഇനി എന്താ ചെയ്യേണ്ടത്? ചെയ്യാനൊന്നുമില്ല, ഓച്ചിറ ഉപ്പാപ്പയെ മുസ്ലിമാക്കുക, അല്ലാതെ കാന്തപുരം ഇസ്ലാം ഒന്ന് പുറത്താന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ പേരുള്ള ഇബ്രാഹിം സഖാഫി എന്തിനും ന്യായീകരണം കണ്ട് അവസാനം അവതാളത്തിലാകുന്ന പെടുന്ന സാധു ഒരു പുസ്തകമൊക്കെ സംഘടിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ മുസ്ലിം പേരുകൾ ഉദ്ധരിച്ച് ഈ മനുഷ്യന്റെ ഈ നിർകൃഷ്ടമായ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. തെക്കൻ ജില്ലയിൽ ഓച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തിൽ മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ നാട്ടുകാർ അദ്ദേഹത്തെ ഓച്ചിറ ഉപ്പാപ്പ എന്നാണ് പറയാറുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ മൗലവി നാദാപുരത്ത് വെച്ച് പറയുന്നത്, ഒരു സ്വാമി, ആ സ്വാമിയായ അമുസ്ലിമിന്റെ ജാറം ഉണ്ടാക്കിയിട്ട് കാന്തപുരം സ്വാമിയുടെ ജാറം ഉദ്ഘാടനത്തിന് പോയി എന്ന് നാദാപുരത്ത് വെച്ച് മൗലവി പ്രസംഗിച്ചു. ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരു അമുസ്ലിമാണ്, സ്വാമിയാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്? വാസ്തവത്തിൽ ഓച്ചിറ ഉപ്പാപ്പ എന്ന പേരിൽ അവിടെയുള്ള ജനങ്ങൾ ഒരു മജ്ദൂബായ വ്യക്തിയാണെന്ന നിലക്ക് ആ നാട്ടുകാർ ആദരിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ മഖ്ബറയിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തി, അദ്ദേഹം ഞാൻ ചരിത്ര പുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കാം. തമിഴ്നാട് സംസ്ഥാനത്തിലെ തിരുനെൽവേലി ജില്ലയിൽ കടയനെല്ലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തുള്ള രാവുത്തർ കുടുംബത്തിലെ വാവാമൈദീൻ രാവുത്തരുടെ മകൻ അബ്ദുറഹ്മാൻ രാവുത്തരുടെയും എരശലി കുടുംബത്തിലെ മീരയുടെയും ആദ്യ സന്താനമായി ക്രിസ്താബ്ദം 1894 ജനിച്ചു. പിതാവ് പ്രസിദ്ധനായ ഒരു വസ്ത്രവ്യാപാരിയും ആബിദും പണ്ഡിതന്മാരെ ആദരിക്കുന്ന സ്വഭാവക്കാരനും ആയിരുന്നു. തറവാട് നാമം ആൺമക്കളുടെ പേരിനോടൊപ്പം ചേർക്കുന്ന പതിവ് അവരെ ഉള്ളതിനാൽ കുഞ്ഞിനെ
മുഹമ്മദ് മസ്ഊദ് റാവുത്തർ എന്ന് പിതാവ് പേര് വിളിച്ചു. ഈ വ്യക്തിയാണ് വാസ്തവത്തിൽ ഓച്ചിറ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള്. ആ മുസ്ലിം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയമുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹം കുറെ കാലം ആബിദും ഇബാദത്തിലും മറ്റുമായി ജീവിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് കച്ചവടങ്ങളൊക്കെ വിട്ട് അദ്ദേഹം ഭൗതിക ജീവിതം കൈയൊഴിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു മജ്ദൂബിന്റെ ശൈലിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ പരിചയമുള്ളവർ ഒരു മജ്ദൂബായി മനസ്സിലാക്കി. ആ മജ്ദൂബായ വ്യക്തിയാണ് ഓച്ചിറ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന് മക്ബറ ഉണ്ടാക്കിയത്. അദ്ദേഹം ജീവിച്ച നാട്ടുകാരാണ് അദ്ദേഹത്തിന്റെ മക്ബറ ഉദ്ഘാടനത്തിന് വേണ്ടി കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചത്. അദ്ദേഹം ഒരു സ്വാമിയാണെങ്കിൽ അവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ കൂടി അദ്ദേഹത്തിന് മക്ബറ ഉണ്ടാക്കിയിട്ട് ആലിമികളെ ക്ഷണിക്കുകയാണോ ചെയ്യാൻ? എന്നിട്ട് അദ്ദേഹം കുപ്പസ്വാമി എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം സഹോദരനാണ് എന്ന് യാതൊരു മടിയും ഇല്ലാതെ ഈ മൗലവി നാദാപുരത്ത് വന്ന് പ്രസംഗിച്ചു. അപ്പോ കുരുത്തക്കേട് പറ്റും, അങ്ങനൊന്നും പറയരുത് എന്നാണ് സാധാരണക്കാരോട് പഠിപ്പിക്കുന്നത്. മുജാഹിദികൾ പറഞ്ഞോട്ടെ, സാധാരണക്കാരെ പറയരുത്. കാരണം എന്താ, വലിയ ആലിമാണത്, മഹ്‌ലു ബൈത്തുപ്പെട്ട ആളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ. ഈ ഒരു മനുഷ്യനെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോയി ഉദ്ഘാടനം ചെയ്തു എന്നതിന്റെ പേരിൽ ഇങ്ങനെ ന്യായീകരിക്കണോ? തെറ്റുപറ്റി. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ എന്താണ് പറഞ്ഞത്. ഓച്ചിറപ്പാപ്പ ഒരു സ്വാമിയായിരുന്നു, ഒരു സ്വാമിയായിരുന്നു എന്നപ്പ ആ വിദ്വാൻ പറഞ്ഞത്. എന്നാൽ അവൻ തന്നെ പറയുന്നു അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും പണ്ഡിതന്മാരും കൂടിയിട്ടാണ് എന്തുണ്ടായത്, മറ്റേ മക്ബറ ഉണ്ടാക്കിയത്. പോരാ, ഓച്ചിറപ്പാപ്പ എന്ന് പറയുന്ന ആളുടെ നാട്ടുകാർ വന്നിട്ട് അവിടെ മക്ബറ ഉണ്ടാക്കിയത്. അവരുടെ ജീവിത ചരിത്രം പറഞ്ഞു തരുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു തന്ന വിഷയത്തിൽ നിന്ന്, വിശാലമായ വിഷയത്തിൽ നിന്ന് ഇവൻ ആവശ്യമായത് മാത്രമേ ഇവൻ അടർത്തിയെടുത്തിട്ട് സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ അതുപോലും അവന് എതിരാണ് വന്നത്. സംസാരിച്ചവന് വന്നത് അവന് എതിരാണ് വന്നത്. കാരണം ആ മനുഷ്യൻ്റെ കുടുംബ പരമ്പര വരെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു പിതാവിന് ജോലി? ഇങ്ങനെ തുടങ്ങിയിട്ട് ആലിമായിരുന്നു, സയ്യിദാണ് എന്ന് ചരിത്രം പറഞ്ഞതിന് എതിരേൽക്കാമെന്നൊരു അക്ഷരം മിണ്ടാൻ ഇവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പോരാ, ആ കേസറ്റിൽ തന്നെ പേരോട് ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ച ആ പ്രസംഗത്തിൻ്റെ സ്വീഡിയിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പോയി അന്വേഷിച്ചിരുന്നു. മുജാഹിദിൻ്റെ ആൾക്കാർ, നേതാക്കൾ പോയി അന്വേഷിച്ച് വന്നിട്ട് അവർ പറഞ്ഞത് ഇന്നതാണ്. തള്ളാൻ പ്രസംഗിച്ച വിദ്വാനെ കൊണ്ട് സാധിക്കുമോ? വെല്ലുവിളിക്കുന്നു. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിന്റെ അമീർ ഒതുക്കുങ്ങലിനെയും മൻസൂർ മണ്ണാർക്കാടിനെയും ഈ പ്രസംഗിച്ച പ്രസംഗകനെയും വെല്ലുവിളിക്കുന്നു. പേരോട് പറഞ്ഞ വിഷയത്തിൽ നിന്ന് എതിര് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കൊണ്ടുവന്നിട്ടല്ലേ പറയേണ്ടത്. നീ ഏതോ സിഖുകാരനാണ്, പിന്നെ സ്വാമിയായതാണ്, പിന്നെ ഇവിടെത്തിയതാണ്, കുപ്പുസ്വാമിയായതാണ് എന്ന് പറഞ്ഞിട്ട് നീ തള്ളുകയല്ലാതെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സലൂല് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞത്? ഞാൻ പലപ്പോഴായി പല ആവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒട്ടകത്തെ തിരയാൻ പോയ സന്ദർഭം. ഈ മുനാഫിക്കടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ പോയി നോക്കുമ്പോൾ സഹാബത്തെ കിറാം ചോദിച്ചു, നീ ഇപ്പോൾ എന്തായി? പക്ഷേ മുഖം മടക്കിയിട്ട് മുഖം തുടച്ചൊഴിഞ്ഞു എന്നല്ലാതെ അവൻ്റെ പ്രവർത്തനം നിർത്തിയിട്ടില്ലെങ്കിൽ ഈ പ്രസംഗിച്ച പ്രാസംഗികനും ഈ മൻസൂർ മണ്ണാർക്കാടും അമീർ ഒതുക്കുങ്ങലും അതുപോലുള്ള ആളുകളും പിന്മാറുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പക്ഷേ അവരുടെ വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് മാത്രമേ ഇത് പറയാനുള്ളൂ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു തന്ന വിഷയം അത് വ്യക്തമാണ്. കുടുംബ പരമ്പരയാണ്, അവരുടെ ജീവിതമായിരുന്നു. നാട്ടിൽ നിന്ന് പിന്നെ അവർ വിട്ടുപോന്നതാണ്. നാട്ടിൽ നിന്ന് വിട്ടുപോരാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം പിന്നെ ജീവിക്കാൻ അനുവദിക്കൂല.
ഇതാണ് നമ്മൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഇവൻ പറഞ്ഞല്ലോ വസ്ത്രം ധരിക്കില്ലെന്ന്, അതുപോലെ തന്നെ പലതും കളിയാക്കിയല്ലോ. ഇവൻ കണ്ടിട്ടുണ്ടോ ആ ഉപ്പാപ്പനെ? ആരൊക്കെ എന്തൊക്കെയോ എന്ന് ഒപ്പിച്ചു കൊണ്ടുവന്ന് വെക്കുക എന്നല്ലാതെ ഇവരാരോ കണ്ടിട്ടുണ്ടോ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വസ്ത്രം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിരിച്ചു കൊടുത്ത് വേണ്ടെന്നാ പറഞ്ഞത്. വിചാരിച്ച് വസ്ത്രം ധരിച്ചിട്ടില്ല എന്നല്ല. അതുപോലെ തന്നെ ചില ആളുകളുടെ ചില ഘട്ടങ്ങളുണ്ട്. മജ്ദൂബിന്റെ ഘട്ടം വരുന്ന സമയത്ത് അവർക്ക് വസ്ത്രം അറിയില്ല. അവരുടെ വസ്ത്രധാരണയോ അവരുടെ ഭക്ഷണമോ മറ്റൊന്നും അവർക്കറിയില്ല. ഇതും ബഹുമാനപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് അല്ലാഹു തആല കാണിച്ചു തന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. എന്തേ കാണിച്ചു തന്നത്? തീരെ വസ്ത്രമില്ലാതെ പിന്നെ ഇസ്രായേലിന്റെ മുറ്റത്തുകൂടെ എത്ര കിലോമീറ്ററാണ് ഓട്ടിയത്? എന്തേ അത്രയും വലിയ അടുപ്പമുള്ള കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ചെയ്ത് അല്ലാഹു തആല കാണിച്ചു തന്നത്? അതല്ലേ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത്? ഈ പറഞ്ഞു തന്നതും കാണിച്ചു തന്നതും എന്തേ? എൻ്റെ അടിമകളിൽ ആദരവായ ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പല ഘട്ടത്തിലുള്ള ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാവാം. റബ്ബിനെ സ്നേഹിച്ച കാരണം കൊണ്ട് ബുദ്ധി ഭ്രമം സംഭവിച്ചു പോയ സന്ദർഭം ഉണ്ടാവാം. ഈ സമയത്ത് നിങ്ങളാരും കളിയാക്കാൻ പോകണ്ട. ഇതാണ് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ കാണിച്ചു തന്നിക്കാണ് അല്ലാഹു തആല. തീരെ വസ്ത്രമില്ലാതെ കല്ല് മുന്നിലോടുന്ന വസ്ത്രവുമായി മൂസാ നബി അലൈഹി ഇസ്ലാം ബാക്കിലും ഓടുന്നു. പലസ്തീനിലൂടെ നടത്തിയതിൻ്റെ കാരണം മറ്റൊന്ന് ഭൗതികമായ സബബട്ടും കൊണ്ടാണ് അല്ലാഹു തആല കാണിച്ചു തന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ഇല്ലാത്ത വൃത്തികേടുകൾ ഇസ്രായേലികൾ പറഞ്ഞതുപോലെ ഇന്നത്തെ മുജാഹിദാകുന്ന മുനാഫിക്കുകൾ, വിദയികളാവുന്ന മുനാഫിക്കുകൾ ഈ കാലഘട്ടത്തിൻ്റെ ഔലിയാക്കളെ കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നത് പോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ പറഞ്ഞുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഇതൊന്നും മൂസ എൻ്റെ നബി, എൻ്റെ പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിൽ ഇതൊന്നും ഇല്ല എന്ന് കാണിക്കാൻ ഭൗതികമായ സംവിധാനത്തിലൂടെ തന്നെ കാണിച്ചു തന്നതാണ്. ഇത് അല്ലാഹു തആല കാണിച്ചു തന്നത് യഥാർത്ഥത്തിൽ നമുക്കുള്ള ഇൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനുള്ള ഇൽമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. പറഞ്ഞു വരട്ടെ, ഇതൊന്നും കേട്ടിട്ടാരും തെറ്റിദ്ധരിച്ച് ദീനുൽ ഇസ്ലാമിനെയോ അള്ളാന്റെ ഔലിയാക്കളെയോ ആരിഫീങ്ങളായ ഔലിയാക്കളെയോ തെറ്റിദ്ധരിക്കരുത്. ഈ കാലഘട്ടത്തിൻ്റെ പണ്ഡിതനാണ് അതിന് വിധി പറയേണ്ടത്. കാന്തപുരം ഉസ്താദ് അതിന് വിധി പറഞ്ഞു കഴിഞ്ഞു. അത് മഹാനാണ്. അവർ ഈ കാലഘട്ടത്തിൻ്റെ പണ്ഡിതനാണ്. അവരെ കൊണ്ടാണ് പിന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കർ മടവൂരി മഹാനര് പറഞ്ഞത് വെറുതെയല്ല. നിങ്ങൾ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ വഴിയിലാണെന്ന്. കാരണം ജനങ്ങൾക്ക് വയല് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരുത്തി കൊടുക്കണം, സംഗതിക്ക് മനസ്സിലാക്കി കൊടുക്കണം. മഹാനര് പറഞ്ഞു കൊടുത്ത വിഷയമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ആ കാലഘട്ടത്തിൻ്റെ ആളുകൾക്ക് സംശയം തീർത്തു കൊടുത്തെങ്കിലും ഇന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ കാലഘട്ടത്തിൻ്റെ ജനങ്ങൾക്ക് സംശയം തീർത്തു കൊടുക്കുന്നു. അവരാ പറഞ്ഞത് എന്തെന്ന്? ഇത് മഹാനാണ് എന്ന്. അതിൻ്റെ ചരിത്രം പിന്നെ ആളുകൾ കളിയാക്കൽ അങ്ങ് തുടങ്ങിയപ്പോൾ അവിടുത്തെ ശിഷ്യനായ പയലോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് പോയിട്ട് ഇത് ചരിത്രങ്ങൾ എടുത്തിട്ട് ജനങ്ങൾക്ക് പിന്നെ വിതരണം ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഇതിന് കാമാന്നൊരെതിര് പറയാൻ കഴിയാതെ ഈ വാലിമീങ്ങൾ വന്ന് ഫിത്ന ഉണ്ടാക്കുമ്പോൾ അവർ നിഫാഖിൻ്റെ അയലുകാരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ഈ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളൂ. തെറ്റിവിടെ ആർക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാർക്ക് സംഭവിച്ചിട്ടില്ല. അത് മഹാൻ തന്നെയാണ്. കുടുംബ പരമ്പരയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അവരുടെ ജീവിതവും പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ നിഫാഖിൻ്റെ അയലുകാർ ഇങ്ങനെ പലതും പറയും. അത് സാധാരണമാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏതെല്ലാം വിഷയത്തിൽ പരാജയപ്പെട്ടും അബ്ദുല്ലാഹി ഇബ്നു സലൂൽ ഇങ്ങ് നിർത്തിയില്ലെങ്കിൽ അവൻ്റെ പരമ്പരയാണ് ഇവരുടേത്. അബ്ദുല്ലാഹി ഇബ്നു സലൂൽ മാത്രമല്ല, ഉഹദിൽ നിന്ന് ഖന്തഖിൽ നിന്ന് പിരിഞ്ഞു പോന്ന അങ്ങോട്ട് സംഭവിച്ചവരുണ്ടാവാം.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, തൽക്കാലം ഇങ്ങനത്തെ ആളുകൾ പലതും പറയും, അത് കേട്ടു പോകരുത്. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഈ വിഷയം നിർത്തുന്നു. വേണ്ടി വന്നെങ്കിൽ വരാം. മൻസൂർ മണ്ണാർക്കാടിനോട് ഒരു വെല്ലുവിളി ഇപ്പം ഞാൻ ഇതിൽ നടത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പ് 2-3 വെല്ലുവിളി നടത്തിയിരുന്നു. അതിനെപ്പറ്റി ഞാൻ എപ്പിസോഡ് ഇറക്കിത്തരാം. ഓ മിണ്ടൂല എന്നോ തന്നെ പറഞ്ഞേക്കണം. അത് തന്നെ അബ്ദുള്ള ഇബ്നു സലൂലും ചെയ്തത്. ഇൻഷാ അല്ലാഹ് തൽക്കാലം നിർത്തട്ടെ.